നമസ്കാരം. 18 വർഷത്തിന് ശേഷം 2025 മെയ് 18 രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറും. മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളെ നല്ലപോലെ സ്വാധീനിക്കുന്ന രണ്ട് ഛായാഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. 2026 ഡിസംബർ 5 വരെ രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് ഉണ്ടാവുക. പറഞ്ഞാൽ 18 മാസമാണ് രാഹു കേതു ഒരു രാശിയിൽ ഉണ്ടാവുക. രാഹു അനുകൂല ഭാവത്തിലായാൽ നല്ല ഉയർച്ചയും അതുപോലെ വെച്ചടി കയറ്റം ഉണ്ടാകും. സമ്പത്തും നല്ല ആകർഷണം ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരും. കേതു അനുകൂല ഭാവത്തിലായാൽ നല്ല അറിവും ആത്മീയ വളർച്ച അതുപോലെ പ്രവർത്തന വിജയം ധനലാഭമൊക്കെ ഉണ്ടാകും. മെയ് 18, 2025 മുതൽ രാഹു കേതുവിൻ്റെ ഈ രാശിമാറ്റത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന രാശിക്കാരെയും നക്ഷത്രക്കാരെയും പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ ഇവരുടെ 11ാം ഭാവത്തിലേക്ക് രാഹു സംക്രമിക്കുന്നത് ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇടവൻ രാശിക്കാരായ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാരുടെ രാഹു 10ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഗുണങ്ങൾ വർദ്ധിക്കും. സാമ്പത്തികപരമായിട്ട് ഇവർക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായിട്ടും അതുപോലെ പ്രൊമോഷൻ കിട്ടാൻ, ശമ്പള വർധനവിന്, ഗവൺമെൻറ് ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്. അതുപോലെ ട്രാൻസ്ഫർ കിട്ടാനും അനുകൂലമാണ്. പുതിയത് തുടങ്ങാനൊക്കെ സാധിക്കും. അതുപോലെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാകും. മിഥുനൻ രാശിക്കാരായ മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് കേതു 3ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് കൊണ്ട് ഇവർക്ക് കേതുവിൻ്റെ പോസിറ്റീവ് ഫലങ്ങൾ കിട്ടും. അറിവും കഴിവും വർദ്ധിക്കും. അതുപോലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. ധന അഭിവൃദ്ധി ഉണ്ടാകും. ഐശ്വര്യം വന്നു ചേരും. കന്യരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് രാഹു 6ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഗുണഫലം വർദ്ധിക്കും. അതുപോലെ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് ഇവർക്ക് ജീവിത വിജയം നേടാൻ പറ്റും. കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആരോഗ്യം നല്ലതാകും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാരുടെ കേതു 11ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് കൊണ്ട് കേതുവിൻ്റെ ഗുണഫലം വർദ്ധിക്കും. ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. കുടുംബത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ പുതിയ സുഹൃത്തുക്കളെ കിട്ടാൻ, ബിസിനസ്സിൽ വ്യാപാരത്തിലൊക്കെ ലാഭം വർദ്ധിക്കും. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് രാഹു 3ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് കൊണ്ട് ഇവർക്ക് ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും. കുടുംബത്തെ ഐശ്വര്യം വന്നു ചേരും. അതുപോലെ സന്താനങ്ങൾക്ക് ഭാഗ്യം, സർവ്വ ഐശ്വര്യവും വർദ്ധിക്കും. അതുപോലെ സാമ്പത്തികമായിട്ട് പുരോഗതി നേടാൻ സാധിക്കും. മീനൻ രാശിക്കാരായ പുരുരറ്റാതി, ഉത്രറ്റാതി, രേവതി നക്ഷത്രക്കാരുടെ കേതു 6ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് കൊണ്ട് ഇവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ, കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ പറ്റും. അറിവ് വർദ്ധിക്കും. ബിസിനസ്സിൽ വ്യാപാരത്തിലൊക്കെ ലാഭം വർദ്ധിക്കും. മറ്റുള്ള രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും രാഹു കേതുവിൻ്റെ ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ രാഹുവിന് വേണ്ടി ഗോമേതക രത്നം ധരിക്കുന്നത്, അതുപോലെ കേതുവിന് വേണ്ടി വൈഡൂര്യ രത്നം ധരിക്കുന്നത്, അതുപോലെ രാഹുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ചെല്ലുന്നത്, അതുപോലെ കേതുവിൻ്റെ അഷ്ടോത്തര നാമാവലി ചെല്ലുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.